സുൽത്താൻ ബത്തേരി വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കൂടല്ലൂർ സ്വദേശി പ്രജീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് കടുവ പാതി ഭക്ഷിച്ച നിലയിലാണ്. അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന ക്ഷീരകർഷകനായ പ്രജീഷിനാണ് ഈ ഒരു ദുർഗതിയുണ്ടായത്. രാവിലെ 11 മണിയോടെ പശുവിന് പുല്ലരിയാൻ പോയതാണ് പ്രജീഷ്. കടുവയെ വെടിവെച്ച് പിടികൂടാതെ മൃതദേഹത്തിൽ തൊട്ടുപോകരുതെന്ന് നാട്ടുകാർ. 8 വർഷത്തിനിടെ 7 പേരാണ് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വർഷം മാത്രം 2 മനുഷ്യജീവനുകൾ കടുവയെടുത്തു. വയനാട്ടിൽ പ്രജീഷിന്റെ മരണത്തിന് 10ാം നാൾ നരഭോജി കടുവ കെണിയിലായി മൃതദേഹം കിടന്നിരുന്ന കൂടല്ലൂർ കോളനിക്കവയിലെ തോട്ടത്തിൽ വെച്ച കൂട്ടിലാണ് കടുവ. എല്ലാ രീതിയിലും ശ്രമം കൊണ്ടാണ് നമുക്കൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ്. എല്ലാ രീതിയിലുമുള്ള കേജിങ്ങും ട്രാങ്കുലൈസിങ്ങും ഈവൻ എക്സ്ട്രീം കണ്ടീഷൻ വരെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. കുപ്പാടിയിലെ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. ഒരാളുടെ ജീവനെടുത്ത് കടുവയെ കൊല്ലണമെന്നും കളക്ടർ എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുമുള്ള നിലപാടിലാണ് നാട്ടുകാർ. കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുള്ള പ്രതിഷേധമാണ് പ്രധാനമായും നാട്ടുകാർ ഉയർത്തിയത്. വയനാട്ടിൽ കൂടുതലായി നരഭോജി കടുവയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. മൂക്കിന് ആഴത്തിൽ മുറിവേറ്റതിനാൽ ചികിത്സയിലാണ്. ഒരു ജീവന് ഒരു ചക്കനെ ഒരു 96 ചക്കനാ പോലെ. കാഴ്ചകളുടെ വിസ്മയം മാത്രമല്ല സഹ്യപർവ്വതം. ജൈവവൈവിധ്യത്താൽ സമ്പന്നമായ കാടും അതിനെ വളർത്തുന്ന ധാരാളം നദികളും ചേർന്നതാണ് ഈ വനമേഖല. എന്നാൽ കാലങ്ങളായുള്ള നമ്മുടെ ബുദ്ധിരഹിതമായ വികസന പ്രവർത്തനങ്ങളാൽ തുടർച്ച നഷ്ടപ്പെട്ട് പുഴകളും കാടും ചിതറിക്കിടക്കുകയാണിവിടെ. തടികൾക്ക് വേണ്ടിയും പ്ലാന്റേഷന് വേണ്ടിയും അണക്കെട്ടുകൾക്ക് വേണ്ടിയും നമ്മൾ കാടിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് തന്നെ സ്വാഭാവിക വനം വളരെ കുറച്ചേ ഇനി ബാക്കിയുള്ളൂ. കേരളത്തിലെ പ്രധാന 44 നദികളിൽ 41 നദികളും സഹ്യപർവ്വതത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ മനുഷ്യജീവിതം സാധ്യമാക്കുന്നത് ഈ നദികളാണെന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. കാട്ടിലെ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവികളാണ് കടുവകൾ. വലിയ ടെറിട്ടറികൾ ഉണ്ടാക്കി കാടിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തി പശ്ചിമഘട്ടത്തെ എപ്പോഴും പച്ച അണിയിപ്പിച്ച് നിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് കടുവകളാണ്. അതുകൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥയിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യം പ്രതിഫലിക്കുന്നത് ഈ ജീവികളിലാണ്. കടുവകളുടെ എണ്ണം ഇന്ന് ഇത്രയെങ്കിലും ഉള്ളത് മുൻകാലങ്ങളിൽ അവയെ സംരക്ഷിക്കുന്നതിനായി നാം എടുത്ത വലിയ പരിശ്രമങ്ങളുടെ ഫലമായാണ്. കിഴക്ക് പശ്ചിമഘട്ടം പച്ചയണിഞ്ഞാലേ നദികൾ ഒഴുകൂ, എങ്കിലേ നമുക്കിവിടെ ജീവിക്കാനാകൂ. അതുകൊണ്ട് തന്നെ നമ്മെപ്പോലെ മനസമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം കടുവകൾക്കുമുണ്ട്.